എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊളുക്കുമലയിലാണ്. ഇന്നത്തെ വീഡിയോയിൽ കൊളുക്കുമലയിലത്തെ കാഴ്ചകളും വിശേഷങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ ചങ്ക് ബ്രോ ശനത്തും ശനത്തിൻ്റെ വൈഫ് ശില്പയുണ്ട്. ഗൈസ്, അപ്പം ഞങ്ങൾ സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമലയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് യാത്രയിലാണ് കേട്ടോ. അത്യാവശ്യം ഹെവി ഓഫ് റോഡ് തന്നെയാണ്. യാത്ര ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാന ആകർഷണം സൺറൈസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കൊളുക്കുമല സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് ഒരു 4:30 എണീറ്റ് നടക്കണം. ഒരു 4 കിലോമീറ്റർ നടക്കാണ്ട് ട്രെക്കിങ്. ബോസ് പീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളി സൺറൈസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കോടയൊന്നും ഇല്ലെങ്കിൽ, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സൺറൈസ് കിട്ടാൻ ചാൻസ് കുറവാണ്. സൺറൈസിൻ്റെ ടൈം ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് 6 മണിക്കാണ് എന്നാണ് കേട്ടോ. അപ്പോൾ കാഴ്ചകൾ നമുക്ക് കാണാം. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. രക്ഷയില്ലാത്തൊരു കാഴ്ച തന്നെയത്. അതെ, ആ ഏരിയയിൽ മാത്രം വെയിലുണ്ടാ കേട്ടോ. അവയൊക്കെ സ്ഥാനം മാറുന്നു വന്നിട്ട് മുകളിലെത്തുമ്പോഴേക്കും വണ്ടി നിർത്തുമ്പോൾ മാത്രമേ പാടാൻ പറ്റൂ. ആരൊക്കെ പ്രാർത്ഥിച്ചിട്ട് കൊണ്ട് ഉറങ്ങല്ല, ദൈവത്തിനെ വിളിച്ചിട്ട് പോണാണ്. നാളെ വരെ എത്തിക്കണേ പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. ഉറങ്ങാത്ര ഇതിലൊക്കെ ഉറങ്ങി പോണതിന് മറ്റേ വല്ല പതക്കം കൊടുക്കേണ്ടി വരും. ഒരു ഹെൽമെറ്റ് ഇവിടെ വെക്കാറുണ്ട്. പക്ഷെ കോട ഇറങ്ങി വരുന്നുണ്ട്, നല്ല കോടയുണ്ട്. നല്ല കോടയായിട്ടോ. എന്റെ അമ്മോ, മഴയല്ല, കൂത്തലടിക്കുന്നതാ. ഗെയ്സ്, അങ്ങനെ ഞങ്ങൾ കൊളുക്കുമലയിൽ എത്തിയിട്ടോ. ഞങ്ങളുടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? തണുത്തിരിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. നല്ല കോടയുണ്ട് കേട്ടോ, അടിപൊളി. നമ്മള് എടാ ശനത്തെ, നമ്മളൊരു 3-4 വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു കോട അധികം കിട്ടിയിട്ടില്ല. അടിപൊളി. എന്തൊക്കെയായാലും ഇത് നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒന്നും കോട ഒന്നും കാണാനില്ല. ഇതിലൊക്കെ ആരൊക്കെയോ വരും. ഇത് ഇത് ഞങ്ങളുടെ വീട്. ഇത് 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 ശനത്തിന്റെയും ശില്പയുടെയും വീട്. ഡോറടക്കി. ഹായ് ഗൈസ്, അപ്പോൾ ഇപ്പോൾ മോർണിംഗ് 5 മണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ സൺറൈസ് കാണാൻ പോവുകയാണേ. നല്ല വ്യൂ ആണെങ്കിൽ, അതായത് കോടയൊന്നും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കാഴ്ച കാണാൻ പറ്റും. നമ്മൾ ആ വഴിയാണ് കയറി പോവുക. ബോസ് പീക്ക് എന്നാണ് ഇവിടുത്തെ വ്യൂ പോയിൻറ്റിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ കയറി തുടങ്ങും.
കണ്ടോ ഗൈസ് ബോസ് പീക്കിൻ്റെ. ആ എത്തി ഇതായിരുന്നു. കണ്ടോ ഗൈസ് ഏകദേശം ഇവിടെ സൺറൈസിൻ്റെ ടൈം 6:20 ഇപ്പോൾ 5:45 കണ്ടോ. ലൈറ്റൊക്കെ ആകാശത്തിൽ വന്നു തുടങ്ങി. സ്റ്റാറൊക്കെ ഉണ്ട് ആകാശത്ത് കണ്ടോ. അത് കുറേ ആൾക്കാർ ഇതുപോലെ കയറി വരുന്നുണ്ട്. ഇത്തിരി സ്പീഡാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സൺറൈസ് കിട്ടാൻ ചാൻസ് ഇല്ല. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം ബോസ് പീക്കിൻ്റെ അടുത്ത് എത്താറായിട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. അമ്മേ ആ ഇനി നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് കയറി പോണേ. ഹലോ ഗൈസ്, നമ്മൾ ഏകദേശം ബോസ് പീക്കിൽ എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച നോക്കിയേ, അടിപൊളിയല്ലേ. കയറി വന്നത് ആ താഴത്തുനിന്ന് ഇനി ഒന്നുകൂടി മുകളിലേക്ക് പോകണം. ആക്ച്വലി ആ കുന്നിൻ്റെ മുകളിലാണ് കറക്റ്റ് വ്യൂ. ഗൈസ് നോക്കിയേ, ഇവിടുത്തെ കാഴ്ച നോക്കിയേ. അപ്പോൾ മുകളിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാവേ. അമ്മു നടന്ന് വലഞ്ഞ് ക്ഷീണതയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മ അങ്ങോട്ട് നോക്ക്, കാഴ്ച നോക്ക്, അത് നോക്ക്. വാ 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 അങ്ങോട്ട് നോക്ക്. എങ്ങനുണ്ട്? എൻ്റെ അമ്മേ മച്ചന്മാരെ, നമ്മളെത്തി ഗൈസ്. ഒരു മണിയൊക്കെ ഉണ്ടേ. സ്റ്റേ ചെയ്തത് അവിടെയുണ്ട് ഗൈസ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെയാണ് കയറി വന്നത്. അത് കയറിയടുത്ത കാഴ്ച ഒരു രക്ഷയില്ല. ശരിക്കും ഗൈസ് അത് ആകാശമാണ് കേട്ടോ. നമ്മളിപ്പോൾ ആകാശത്തിൻ്റെ മേലെയാണ്. എത്തിയിട്ടില്ല. സൂര്യപ്പോരും ഗൈസ്. അപ്പം അങ്ങനെ സൺറൈസ് ആയിട്ടോ. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും. ഗൈസ് നമ്മൾ കാലത്ത് കയറി വന്ന സ്ഥലമാണ് കേട്ടോ അത്. കൈ വെക്കണ്ടേ, അട്ടയുണ്ടാവേ. അങ്ങനെ കയറി വന്നത്. നമ്മൾ വരുമ്പോൾ വീഡിയോ എടുത്തതിൽ ഇതൊന്നും അങ്ങനെ ക്ലിയർ ആയിരുന്നില്ലല്ലോ. ഇപ്പോഴും ക്ലിയർ അല്ല.
അമ്മ നോക്കിയിട്ട് ഇറങ്ങണേ. ഈ അപ്പുറത്തൊന്നും കാണാനില്ല കേട്ടോ, ഫുൾ കോട. ഇറങ്ങുമ്പോ നടക്ക്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. നല്ല അടിപൊളി സൺറൈസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ബാക്ക് ടു ഹോം. ഗെയ്സ്, അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണേ. അപ്പോൾ അടിപൊളി സൺറൈസ് ഒക്കെ കാണാൻ പറ്റി. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അസ്കർ എന്നാണ് ആളുടെ പേര് കേട്ടോ. ആളെന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഏകദേശം ഒരാൾക്ക് വരുന്ന എമൗണ്ട് 3000 രൂപയാണ് വിത്ത് ജീപ്പ് റെൻ്റ് അടക്കം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.